അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രണ്ടാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നാളത്തെ നമ്മുടെ പരീക്ഷ ലിസാനുൽ ഖുർആനാണ്. ലിസാനുൽ ഖുർആനിൽ 4 പാഠങ്ങളാണ് പഠിച്ചിരിക്കേണ്ടത്. 4 പാഠങ്ങളുടെയും ഒരു ഫുൾ റിവിഷൻ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. നിർബന്ധമായും വിദ്യാർത്ഥികൾ അത് കാണുക. ഇവിടെ ഒരു മോഡൽ ചോദ്യ പേപ്പറാണ് ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം, നസിലു ബിൽ മുനാസിബി. ഇവിടെ 4 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്, അതിൻ്റെ അറബി വാക്കുകളും തന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ ശരിയായതിലേക്ക് യോജിപ്പിക്കുകയാണ് വേണ്ടത്. എന്തെല്ലാം വാക്കുകളാണ് തന്നിട്ടുള്ളത്? അർനബുൻ, സിൻജാബുൻ, ദജാജത്തുൻ, മാൻജ. നമ്മുടെ ലിസാനുൽ ഖുർആനിലെ ഒന്നാമത്തെ പേജിലുള്ള ഒരു പേജ് നിറയെ ചിത്രങ്ങളുണ്ടല്ലോ, ആ ചിത്രങ്ങളുടെ അറബി പേരുകൾ പരമാവധി വിദ്യാർത്ഥികൾ പഠിച്ചു വെക്കണം. അതിൽ വരുന്ന ചിത്രങ്ങളായിരിക്കും നമുക്ക് പരീക്ഷയ്ക്കും വരുന്നത്. ഒന്നാമത്തെ ഫോട്ടോ മാങ്ങ, രണ്ടാമത്തത് പിടക്കോഴി, പിന്നെ മുയലുണ്ട്, അണ്ണാനുണ്ട്. ഇനി അറബി വാക്കുകൾ നോക്കാം. അർനബുൻ, സിൻജാബുൻ, ദജാജത്തുൻ, മാൻജ. മാങ്ങക്ക് നമ്മൾ എന്താണ് അറബിയിൽ പറയുക? മാൻജ എന്നാണ് പറയുക, മാൻജ. അപ്പോൾ മാൻജ എന്നതിലേക്ക് നമ്മൾ വരഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത്. രണ്ടാമത് പിടക്കോഴിക്ക് എന്താ പറയാ? ദജാജത്തുൻ. അപ്പോൾ ദജാജത്തുൻ എന്നുള്ളതിലേക്ക് വരഞ്ഞു കൊടുക്കുക. ഇനി മുയലിന് എന്താ പറയുക? അർനബുൻ, അർനബുൻ എന്നാണ് മുയലിന്. അപ്പോൾ അതിലേക്ക് വരഞ്ഞു കൊടുക്കുക. ഇനി അണ്ണാൻ എന്താ പറയുക? സിൻജാബുൻ, സിൻജാബുൻ എന്നുള്ളതിലേക്ക് വരഞ്ഞു കൊടുക്കുക. ഇങ്ങനെ ഈ ചിത്രത്തിനനുസരിച്ചുള്ള അതിൻ്റെ അറബി വാക്കുകളിലേക്ക് മാച്ച് ചെയ്യുകയാണ് വേണ്ടത്. ഇനി അടുത്തത് നഖ്താറു വ നക്തുബു. ഇവിടെ ബ്രാക്കറ്റിൽ കുറച്ച് വാക്കുകളുണ്ട്. എന്തെല്ലാമാണ്? ബാബുൻ, ഷജറത്തുൻ, കുർസിയുൻ, സയ്യാറത്തുൻ, ബിൻതുൻ, ദീകുൻ, ഇബ്നുൻ, ദജാജത്തുൻ. ഇനി ഇതിൻ്റെ കൂടെ ഹാദ വരുന്നത് ഏതെല്ലാം, ഹാദിഹി വരുന്നത് ഏതെല്ലാം എന്ന് എഴുതുകയാണ് വേണ്ടത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹാദ എന്നുള്ളത് പുല്ലിംഗത്തിനും ഹാദിഹി എന്നുള്ളത് സ്ത്രീലിംഗത്തിനുമാണ്. സ്ത്രീലിംഗം മനസ്സിലാക്കാനുള്ള ഒരു എളുപ്പ വഴി, അവസാനത്തിൽ ഹാത്ത ഉള്ള വാക്കുകളൊക്കെ സ്ത്രീലിംഗമായിരിക്കും, മുഅന്നസ് ആയിരിക്കും. അതുകൊണ്ട് അവസാനത്തിൽ ഹാത്ത ഉള്ള വാക്കുകളുടെ കൂടെയൊക്കെ ഹാദ എന്നും അല്ലാത്തതിൻ്റെ കൂടെ ഹാദ എന്നും ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഹാത്ത ഉള്ളതിൻ്റെ കൂടെ ഹാദിഹി എന്നും ഹാത്ത ഇല്ലാത്തതിൻ്റെ കൂടെ ഹാദ എന്നും ചേർത്ത് കൊടുക്കുക. ഒന്നാമത്തെ വാക്ക് ബാബുൻ, അതിൻ്റെ കൂടെ ഹാത്ത ഇല്ലല്ലോ, അപ്പോൾ ഹാദ ബാബുൻ. രണ്ടാമത്തത് ഷജറത്തുൻ, ഷജറത്തുൻ എന്ന് പറയുമ്പോൾ ഹാത്ത ഇല്ലേ, ഹാദിഹി ഷജറത്തുൻ. ഇനി കുർസിയുൻ, കുർസിയുൻ എന്നുള്ളതിന് ഹാത്ത ഉണ്ടോ? ഇല്ല, അപ്പോൾ ഹാദ കുർസിയുൻ. ഇനി അടുത്തത് ബിൻതുൻ, പെൺകുട്ടിയാണ്. പെൺകുട്ടി എന്നുള്ളതാകുമ്പോൾ പെൺകുട്ടി ഓൾറെഡി മുഅന്നസ് ആണല്ലോ, അതുകൊണ്ട് ബിൻതുൻ എന്നുള്ളതിന്റെ കൂടെ ഹാദിഹി, ഹാദിഹി ബിൻതുൻ. ഇനി അടുത്തത് ഇബ്നുൻ, ഇബ്നുൻ എന്ന് പറഞ്ഞാൽ ആൺകുട്ടി, അപ്പോൾ ഹാദ ഇബ്നുൻ. ഇനി അവസാനത്തത് ദജാജത്തുൻ, അതിന്റെ അവസാനത്തിൽ ഹാത്ത ഉണ്ടല്ലോ, അതിന്റെ കൂടെ ഹാദിഹി കൊടുക്കുക, ഹാദിഹി ദജാജത്തുൻ. ഇങ്ങനെ ഹാദാ ബാബുൻ, ഹാദിഹി ഷജറത്തുൻ, ഹാദാ കുർസിയുൻ, ഹാദിഹി സയ്യാറത്തുൻ, ഹാദിഹി ബിൻതുൻ, ഹാദാ ദീകുൻ, ഹാദാ ഇബ്നുൻ, ഹാദിഹി ദജാജത്തുൻ. ഇങ്ങനെ ഹാദയും ഹാദിഹിയും കൊടുക്കുകയാണ് വേണ്ടത്. ഇനി അടുത്തത് അജിബ് അനിൽ അസ്ഇലത്തിൽ ആത്തിയ. താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുകയാണ് വേണ്ടത്. താഴെ കിതാബ് തന്നിട്ട് മാ ഹാദ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ എന്താ പറയേണ്ടത്? കിതാബിന് എന്താണ്, പുസ്തകത്തിന് എന്താണ് അറബിയിൽ പറയുക? കിതാബുൻ എന്നാ പറയുക. ഇവിടെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത്, എന്തുകൊണ്ടാണോ ചോദ്യം അവസാനിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉത്തരം എഴുതിയാൽ മതി. മാ ഹാദ, ഇതെന്താണ്? ഇനി ഹാദ വെച്ച് ഉത്തരം തുടങ്ങുക, ഹാദ കിതാബുൻ. ഇനി അടുത്തത് മാ ഹാദിഹി, ഇതെന്താണ്? താഴെ എന്താ കാണുന്നത്? പൂവല്ലേ, പൂവിന് നമ്മൾ അറബിയിൽ എന്താ പറയുക? സഹറത്തുൻ എന്നാണ് പറയുക, ഹാദിഹി സഹറത്തുൻ. ഇനി അടുത്തത് മാ ഹാദ, എന്താ കാണുന്നത്? വീടല്ലേ, വീടിന് എന്താണ് അറബിയിൽ പറയുക? ബൈത്തുൻ, ഹാദ ബൈത്തുൻ. അടുത്തത് മാ ഹാദ, അവിടെ ഹാദ എന്നാണ് വേണ്ടത്, ഹാദിഹി എന്നായി പോയിട്ടുണ്ട്. കാരണം പൂവൻ കോഴി ആണല്ലേ, ദീക്ക് ആണാണ്, അതുകൊണ്ട് ഹാദ എന്നാണ് ഉപയോഗിക്കേണ്ടത്. മാ ഹാദ, അതിന്റെ ഉത്തരം എന്താണ് എഴുതേണ്ടത്? ഹാദ ദീകുൻ. ഈ രൂപത്തിൽ ഉത്തരങ്ങൾ എഴുതുകയാണ് വേണ്ടത്. അപ്പോൾ എന്തുകൊണ്ടാണോ ചോദ്യം അവസാനിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഉത്തരം തുടങ്ങുകയാണ് വേണ്ടത്. ഇനി അടുത്തത് കമ്മിലിൽ ഫറാഗ അൻത അൻതി. അൻതയും അൻതയും ഉപയോഗിച്ച് ഇത് പൂരിപ്പിക്കുകയാണ് വേണ്ടത്. ഉസ്താദ് പറയാണ് അന ഉസ്താദുൻ,
ഞാൻ ഉസ്താദാകുന്നു. എന്നിട്ട് ഉസ്താദ് ആൺകുട്ടിയോട് പറയാണ് നീ ആൺകുട്ടിയാണ്. അപ്പോൾ ആൺകുട്ടിയാകുമ്പോൾ അൻത എന്നല്ലേ വേണ്ടത്? ആൺകുട്ടികളാണെങ്കിൽ അൻത എന്നും പെൺകുട്ടിയാണെങ്കിൽ അൻതി എന്നും. അപ്പോൾ അൻത ഇബ്നുൻ. ഇനി അടുത്തത് പെൺകുട്ടിയോടാണ്, നീ പെൺകുട്ടിയാണ്. അപ്പോൾ അൻതി ബിൻതുൻ. ഇതൊക്കെ നമ്മൾ റിവിഷൻ വീഡിയോയിൽ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. നിർബന്ധമായും വിദ്യാർത്ഥികൾ ആ വീഡിയോ കണ്ടിരിക്കുക. ഇനി അടുത്തത് സെമ്മിൽ അഷിയ താലിയ, താഴെയുള്ള ഈ വസ്തുക്കളുടെ പേരുകൾ അറബിയിൽ എഴുതാനാണ്. നിർബന്ധമായും ഈ വാക്കുകൾക്കൊക്കെ അറബിയിൽ എന്താണ് പറയുക എന്ന് വിദ്യാർത്ഥികൾ പഠിച്ചു വെക്കണം. ഒന്നാമത്തെ ഫോട്ടോ ഏതാണ്? പഴമാണ്. പഴത്തിന് നമ്മൾ എന്താണ് അറബിയിൽ പറയുക? മൗസുൻ. മൗസുൻ എന്ന് എഴുതി കൊടുക്കണം. രണ്ടാമത്തത് പൈനാപ്പിൾ ആണ്. പൈനാപ്പിളിന് എന്താ പറയാ? അനാനാസുൻ. ഇനി അടുത്തത് പൂച്ചക്കുട്ടിയാണ്. പൂച്ചക്കുട്ടിക്ക് എന്താ പറയാ? ഹിറത്തുൻ. അടുത്തത് പേനയാണ്. പേനക്ക് കലമുൻ. ഇങ്ങനെ ഇതിന്റെയൊക്കെ അറബി എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. വിദ്യാർത്ഥികൾ നിർബന്ധമായും എഴുതി പരിശീലിക്കണം. കാരണം പല വിദ്യാർത്ഥികൾക്കും ഉത്തരങ്ങൾ അറിയുന്നുണ്ട്, പക്ഷേ എഴുതാൻ അറിയാത്ത പ്രശ്നം കാരണം മാർക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഇനി അടുത്തത് നുതർജിം, പരിഭാഷപ്പെടുത്താനാണ്. അന സഹറത്തുൻ. അന സഹറത്തുൻ എന്താണ് അതിന്റെ അർത്ഥം? അന എന്ന് പറഞ്ഞാൽ ഞാൻ, സഹറത്ത് എന്ന് പറഞ്ഞാൽ പൂവ്. അപ്പോൾ ഞാൻ പൂവാകുന്നു എന്ന് അവിടെ അറബി മലയാളത്തിൽ എഴുതി കൊടുക്കണം. രണ്ടാമത്തത് ഹാദ മാഞ്ച. ഹാദ എന്ന് പറഞ്ഞാൽ ഇത്, മാഞ്ച എന്ന് പറഞ്ഞാൽ മാങ്ങ. ഹാദ മാഞ്ച, ഇത് മാങ്ങയാകുന്നു. ഇങ്ങനെ അറബി മലയാളത്തിൽ അതിന്റെ അർത്ഥം എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. ഇനി നുഅരിബ്, നമ്മൾ അറബിയാക്കാനാണ്. ഇവിടെ മലയാളം തന്നിട്ടുണ്ട്, ഇനി നമ്മൾ അറബിയാക്കാനാണ്. നീ ആൺകുട്ടിയാണ്. നീ എന്നുള്ളതിന് ഏതായിരുന്നു? അൻത. അൻത ഇബ്നുൻ. ആൺകുട്ടിക്ക് ഇബ്നുൻ എന്നാ പറയാ. അൻത ഇബ്നുൻ. രണ്ടാമത്തത് ഞാൻ വിദ്യാർത്ഥിയാണ്. ഞാൻ എന്നുള്ളതിന് അന, വിദ്യാർത്ഥി എന്നുള്ളതിന് ദാരിസുൻ. അന ദാരിസുൻ. ഇതാണ് 2ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിന്റെ ഒരു മോഡൽ ചോദ്യ പേപ്പർ. വിദ്യാർത്ഥികൾ നിർബന്ധമായും ലിസാനുൽ ഖുർആനിലെ 4 പാഠങ്ങളും കൃത്യമായി പഠിച്ചിരിക്കണം. അന എന്നുള്ള പ്രയോഗം, അതുപോലെ ഹാദ ഹാദിഹി എന്നുള്ള പ്രയോഗം, അൻത അൻതി എന്നുള്ള പ്രയോഗം, മ മൻ എന്നുള്ള പ്രയോഗം. ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. നിർബന്ധമായും വിദ്യാർത്ഥികൾ കൃത്യമായി അത് പഠിച്ചിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ. വീഡിയോ നിർബന്ധമായും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ആർക്കെങ്കിലും വല്ല സംശയങ്ങളും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.